നമ്മളിന്ന് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് നമ്മുടെ +2 ഇംഗ്ലീഷ് എക്സാമിന് നിങ്ങൾക്ക് ചോദിക്കുന്ന വെയിറ്റേജ് ചാപ്റ്റർ അല്ല യൂണിറ്റ് വൈസ് വെയിറ്റേജ്. ഓക്കെ, 2024 എക്സാമിന് എത്ര മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇപ്രാവശ്യത്തെ എക്സാമിന് എത്ര മാർക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു അനാലിസിസ് വീഡിയോ ആണ് നമ്മൾ കവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിലെ യൂണിറ്റ് വൈസ് വെയിറ്റേജ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുള്ളത് പോലെ തന്നെ നമ്മുടെ ഇംഗ്ലീഷിൽ നമുക്ക് പഠിക്കാനായിട്ട് 5 യൂണിറ്റുകളാണ് ഉള്ളത്. ഓക്കെ, നമുക്ക് ഇംഗ്ലീഷിൽ 5 യൂണിറ്റുകൾ പഠിക്കാനുണ്ട്. ടോട്ടൽ ചാപ്റ്റേഴ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 16 ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ 11 പ്രോസ് ചാപ്റ്റർ ഉണ്ട്, അതിൽ 5 പോയമുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 16 പാഠങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, എല്ലാവർക്കും അറിയാം, നിങ്ങളെല്ലാവരും ഇപ്പോൾ പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും, മോഡൽ എക്സാം ഒക്കെ അടുക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് എക്സ്ട്രാ ഇതിനകത്ത് വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഗ്രാമറാണ്. ഓക്കെ, പിന്നെ ഡിസ്കോഴ്സ് ഐറ്റംസ്. ഇതാണ് നമുക്ക് ചാപ്റ്റർ അല്ലാണ്ട് ഈ ഗ്രാമറും ഡിസ്കോഴ്സും ചാപ്റ്റർ ബേസ് ചെയ്തും ചോദിക്കാറുണ്ട്. ജനറൽ ആയിട്ട് ഉള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാറുണ്ട്, വരാറുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് പഠിക്കേണ്ടത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ച് വൃത്തിയാക്കി മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 80 മാർക്ക് എന്ത് ചെയ്യാം, മേടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം, ആ വെയിറ്റേജ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് ഒരു കാര്യം പറയാം. നമ്മുടെ ഇംഗ്ലീഷ് എക്സാം +2കാർക്ക് ഇംഗ്ലീഷ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സസ് നമ്മുടെ ചാനലിൽ ഉണ്ടാവും. ഓക്കെ, ഇപ്പോൾ ലൈവ് ക്ലാസ് നിങ്ങൾക്ക് ഉണ്ടാവും, ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള റിവിഷൻ ഉണ്ടാവും. ഓക്കെ, അതേപോലെ തന്നെ ഗ്രാമർ നിങ്ങൾക്ക് ഒരു മാർക്ക് പോലും മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഗ്രാമറിൻ്റെ കംപ്ലീറ്റ് ഒരു ക്ലാസ്. ഓക്കെ, അതായത് നിങ്ങൾക്ക് എല്ലാ ടോപ്പിക്കും ഗ്രാമറിലത് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്ത് നിങ്ങൾക്ക് ഒരു മാർക്ക് പോലും അതിൽ പോകത്തില്ല. അതായത് ഇപ്പം ഒട്ടും ഗ്രാമർ അറിയാത്തൊരു കുട്ടിയാണെങ്കിൽ പോലും ഗ്രാമർ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ ഗ്രാമറിൻ്റെ ക്ലാസ്സുകൾ ഉണ്ടാവും. ഓക്കെ, ഗ്രാമറിന് അത്ര പ്രാധാന്യമുണ്ട്. നമുക്കൊരു 12 മുതൽ ഒരു 16 മാർക്ക് വരെയൊക്കെ ഗ്രാമറിന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ഈസി ആയിട്ട് നേടാൻ പറ്റുന്ന മാർക്കാണ്ട, ടൈം വളരെ കുറച്ച് മതി. ലാംഗ്വേജ് എക്സാം ആണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ടൈമിന് വളരെയധികം വാല്യൂ ഉണ്ട്. ഓക്കെ, നമുക്ക് ജസ്റ്റ് നോക്കാം. നമുക്ക് ഒന്നാമത്തേത് എന്താണ്, ഫ്ലൈറ്റ്സ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ്. ഓക്കെ, അപ്പോൾ ആ ഫ്ലൈറ്റ്സ് ഓഫ് ഫ്രീഡത്തിൽ നിന്ന് നമുക്ക് നമ്മുടെ ഗവൺമെൻറ് പറയുന്ന വെയിറ്റേജ് എന്ന് പറഞ്ഞാൽ 24 മാർക്കാണ്. ഓക്കെ, ഒഫീഷ്യലി അവരുടെ വെയിറ്റേജ് എന്ന് പറഞ്ഞാൽ 24 മാർക്കിന് വരെ ചോദ്യങ്ങൾ ചോദിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഓരോ തവണ ചോദ്യം ചോദിക്കുമ്പോഴും ഇതിന് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസങ്ങൾ വരാറുണ്ട്. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ വെയിറ്റേജിനേക്കാൾ കൂടുതൽ ചോദിക്കാം, ചിലപ്പോൾ കുറച്ച് ചോദിക്കാം. അപ്പോൾ നമ്മൾ 2024 നിങ്ങളുടെ ഇംഗ്ലീഷ് എക്സാം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു യൂണിറ്റിനകത്ത് നിന്ന് 24 മാർക്കിന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഓക്കെ, ദെൻ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്രാവശ്യം ഒരു 20 മാർക്ക്, ഓക്കെ 20 to 24 ഒക്കെ അറൗണ്ട് നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പെക്ട് ചെയ്യാം. അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിനകത്ത് വേരിയേഷൻ വരും, നല്ലപോലെ വേരിയേഷൻ വരും. നിങ്ങൾക്കിത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. ഇനി നമ്മുടെ രണ്ടാമത്തെ യൂണിറ്റ് ആണ് ഓക്കെ, ഹൈറ്റ്സ് ഓഫ് ഹാർമണി എന്ന് പറയുന്നത്. ഓക്കെ, ഹൈറ്റ്സ് ഓഫ് ഹാർമണിയിൽ 18 മാർക്കാണ് പ്രതീക്ഷിക്കുന്നത്. അതായത് അവർ പറയുന്ന വെയിറ്റേജ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് വരാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ എക്സാമിന് 14 മാർക്കിന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഞാനിപ്പോൾ ഒരു 15 മാർക്ക് ഞാൻ എന്ത് ചെയ്യുന്നു, എക്സ്പെക്ട് ചെയ്യുന്നു. ഓക്കെ, അത് എങ്ങനെ വേണോ വേരി ചെയ്യാം, നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയത്തില്ല. ഞാൻ എൻ്റെ ഒരു ഊഹം മാത്രമാണ് പറയുന്നത്. ഓക്കെ, ഇതിനടുത്ത ചലഞ്ചസ് ഓഫ് ലൈഫ്, മൂന്നാമത്തെ യൂണിറ്റ് ആണ് ചലഞ്ചസ് ഓഫ് ലൈഫ്. ഗവൺമെൻറ് ഒഫീഷ്യലി പറയുന്നതെന്ന് പറഞ്ഞാൽ വെയിറ്റേജ് 22 മാർക്കാണ്. ആ ഒരു വലിയ വേരിയേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. എന്നാൽ കഴിഞ്ഞ തവണത്തെ എക്സാമിന് ഇതിൽ നിന്ന് വന്നത് 6 മാർക്കാണ്. ആ ഒരു വലിയൊരു വേരിയേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഒരു 14 മാർക്ക്, അറൗണ്ട് 14 മാർക്ക് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഈ ഒരു വേരിയേഷൻ മനസ്സിൽ വെച്ചേക്കണം. ഓക്കെ, എങ്ങനെ വേണോ ക്വസ്റ്റ്യൻസിൽ വ്യത്യാസം വരാം. അടുത്ത നാലാമത്തെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ലിവ് ആൻഡ് ലെറ്റ് ലിവ് എന്നാണ്. ഓക്കെ, അതിന് വെയിറ്റേജ് 30 മാർക്കാണ് വെച്ചിട്ടുള്ളത്. അതായത് നമുക്ക് അവസാനത്തെ യൂണിറ്റും അതേപോലെ തന്നെ അവസാനത്തെ യൂണിറ്റുകളും തുടക്കത്തിലെ യൂണിറ്റും വരുമ്പോഴത്തേക്കും വെയിറ്റേജ് അത്യാവശ്യം എന്താണ് കൂടുതലാണ്. അപ്പോൾ ഇവിടെ 24, ഇത് ഏറ്റവും കൂടുതൽ 30 ആണ്. ഓക്കെ, 30 ആണെങ്കിലും കഴിഞ്ഞ തവണ ചോദിച്ചത് 20 മാർക്കിനാണ് ചോദിച്ചത്. ഓക്കെ, ഇനി ലാസ്റ്റ് യൂണിറ്റ് ഓക്കെ, ദ ലൈറ്റർ സൈഡാണ്. അത് 18 മാർക്കാണ് വെയിറ്റേജ് ഗവൺമെൻറ് പറയുന്നത്. ഓക്കെ, എന്നാൽ കഴിഞ്ഞ തവണ ചോദിച്ചത് 10 മാർക്കിനാണ്. ഓക്കെ, അപ്പോൾ ഞാൻ 4th യൂണിറ്റ് ഒരു 20 മാർക്ക് അറൗണ്ട് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. 30, അത് 20 കൂടാം, ഓക്കെ കുറയാം. ഇവിടുത്തെ വേരിയേഷൻസ് നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നമുക്ക് ഒരിക്കലും ഉറപ്പിച്ച് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ദെൻ ലാസ്റ്റ് യൂണിറ്റിൽ 18 മാർക്കിന് വെയിറ്റേജ് ഉണ്ട്. കഴിഞ്ഞ തവണ 10 ചോദിച്ചു, ഞാനൊരു 12 മാർക്ക് എന്ത് ചെയ്യുന്നു, എക്സ്പെക്ട് ചെയ്യുന്നു. ഓക്കെ, ഇനി നിങ്ങൾ ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ, ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒരു 12 ക്വസ്റ്റ്യൻ ഓക്കെ ഉണ്ടാവും. അതായത് നമുക്കൊരു കവിത തന്നിട്ടുണ്ടാവും. ഓക്കെ, അതേപോലെ തന്നെ എന്താണ് ഒരു നമ്മുടെ കോംപ്രിഹെൻഷൻ ടൈപ്പ് പാസേജ് തന്നിട്ട് അതിനകത്ത് നിന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ഓക്കെ ഏറെക്കുറെ 12 മാർക്കോളം എന്തുണ്ട്, ഈ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നിങ്ങൾ ഓരോ ആൻസർ എഴുതുമ്പോൾ ഓരോ മാർക്ക് വെച്ച് എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് അവിടെ വീഴുന്നുണ്ട്. ഓക്കെ, ഇനി ഡിസ്ക്രിപ്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഏകദേശം എന്താണ് 92 മാർക്കിനോളം ഡിസ്ക്രിപ്റ്റീവ് എന്താണ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒബ്ജക്റ്റീവ് ആണെങ്കിൽ 12 മാർക്കിനോളം എന്താണ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഓക്കെ, അപ്പോൾ ഗ്രാമറിന് കഴിഞ്ഞ തവണ ഓക്കെ 2024 എക്സാമിന്
14 മാർക്ക് ഗ്രാമർ വന്നിട്ടുണ്ട്. ആൻഡ് ഇമ്പോർട്ടൻസ് നിങ്ങൾ കണ്ടല്ലോ, 14 മാർക്ക് നമുക്ക് ഈസി ആയിട്ട് മേടിക്കാൻ പറ്റും. 14 മാർക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വെറും അതിനകത്ത് നിങ്ങൾക്ക് ചിലവഴിക്കേണ്ടത് ഒരു 5 മിനിറ്റ് പോലും നിങ്ങൾക്ക് ചിലവഴിക്കാതെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, 14 മാർക്ക് മേടിക്കാൻ പറ്റും. അത്രയും സിമ്പിളായിട്ട് നമുക്ക് അടിക്കാൻ പറ്റുന്ന മാർക്കാണ് 14 മാർക്ക്. നിങ്ങൾ 14 മാർക്കിന് അല്ലാതെ നിങ്ങൾ ക്വസ്റ്റ്യൻസ് എഴുതിയാണ് മേടിക്കുന്നതെങ്കിൽ എത്ര ടൈം എടുക്കും എന്നുള്ള കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഒരു 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും അല്ലെങ്കിൽ ഒരു 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും കൂടെ നിങ്ങൾ ചേർത്ത് എഴുതുന്നു, എത്ര ടൈം വേണം? നിങ്ങൾക്ക് അരമണിക്കൂറിൽ കൂടുതൽ ടൈം നിങ്ങൾക്ക് അതിന് തന്നെ എന്ത് ചെയ്യും, പോവും. അപ്പം ഈസി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, ഡിസ്കോഴ്സസ്. ഓക്കെ, ജനറൽ ഡിസ്കോഴ്സ് ആണ് ഇത്. അതായത് നമ്മുടെ ചാപ്റ്റർ ടച്ച് ചെയ്തിട്ടുള്ള അല്ലാതെ ജനറൽ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്, ഡിസ്കോഴ്സ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒരു 16 മാർക്കിനുണ്ടായിരുന്നു. ഓക്കെ, അതിൽ ഗ്രാമർ മാർക്ക് ഞാനൊരു 12 to 16 എന്ത് ചെയ്യുന്നുണ്ട് ഇപ്രാവശ്യം എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ജനറൽ ഡിസ്കോഴ്സ് ഒരു 10 to 16 മാർക്ക് എന്ത് ചെയ്യുന്നുണ്ട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതൊന്നും അപ്രോക്സിമേറ്റ്, ഇതൊക്കെ എന്താണ് ആക്യുറേറ്റ് എന്താണ് നമ്പേഴ്സ് അല്ല, ജസ്റ്റ് നമ്മുടെ എന്താണ് ഒരു എക്സ്പെക്റ്റേഷൻ മാത്രമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അത് വിചാരിച്ചിട്ട് ഇത്രേ വരുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ ഇരിക്കരുത്, ഇതിൽ വേരിയേഷൻസ് ഉണ്ടാകും. അപ്പം ഇത്രയാണ് നമ്മുടെ +2 ഇംഗ്ലീഷിൻ്റെ ചാപ്റ്റേഴ്സും അതേപോലെ യൂണിറ്റ്സും അതിൻ്റെ വെയിറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, 80 out of 80 മേടിക്കാൻ പറ്റും. അപ്പോൾ ചിലർക്ക് ഇംഗ്ലീഷ് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, നിങ്ങളൊന്നും പേടിക്കണ്ട. പ്രോപ്പറായിട്ട് എങ്ങനെ പഠിക്കണം, എങ്ങനെ ഗ്രാമർ കവർ ചെയ്യണം, ഡിസ്കോഴ്സ് എങ്ങനെ എഴുതണം, എങ്ങനെ ഫുൾ മാർക്ക് അച്ചീവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഉണ്ടാവും. ഓക്കെ, ഓൾറെഡി കുറേ വീഡിയോസ് നമ്മുടെ ചാനലിൽ ഉണ്ട്. ഓക്കെ, പുതിയതായിട്ടുള്ള വീഡിയോസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, കാണുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന് എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും നല്ല മാർക്ക് മേടിക്കുക. അടുത്തുള്ള ക്ലാസ് വീഡിയോസിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.